മോത്തി പ്രവാസികളേറെയുള്ള ജില്ലയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് കുവൈറ്റ്, UAE പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട സ്വദേശികൾ ജോലി ചെയ്തു വരുന്നത്. ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നപ്പോൾ ആശങ്കയായിരുന്നു. കാരണം പത്തനംതിട്ടയിൽ നിന്നുള്ള നിരവധി ആളുകൾ കുവൈറ്റിലടക്കം ജോലി ചെയ്യുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പൊതുവെ ഒരു ആശങ്ക പകരുന്നത്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സുമ്മൻ എന്ന 38-കാരന് കൂടി ജീവഹാനി സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വാഴമുട്ടം കിഴക്ക് സ്വദേശിയായിട്ടുള്ള മുരളീധരൻ നായർ, അദ്ദേഹത്തിന് 62 വയസ്സാണ് പ്രായം. 32 വർഷമായി അദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. കുവൈറ്റിൽ ഈ ദുരന്തമുണ്ടായി എന്ന് സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ഭാര്യയും മകളും അറിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ പഞ്ചാബിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മകൻ വിവരമറിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മരിച്ച മുരളീധരൻ ചേട്ടൻ്റെ സഹോദരൻ ബിനു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഇപ്പം TV വാർത്തയൊന്നും നമ്മുടെ കുടുംബാംഗങ്ങൾ മനഃപൂർവ്വം കാണിക്കാതിരിക്കുകയായിരുന്നു. കാണിച്ചില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇതുവരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഇതുവരെ വിളിച്ചിട്ടില്ല, ആൾ വിളിച്ചിട്ടില്ല. അപ്പം വിളിക്കും എന്നുള്ള ഇതിൽ ഞാൻ ഇരിക്കുകയാണ്. നമുക്കൊരു കൺഫർമേഷൻ എങ്ങനെയാണ് വന്നത്? വേറെ 1-2 പേര് വിളിച്ച് ചോദിച്ചായിരുന്നു, ഇതുപോലെ രാവിലെ വിളിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ വിളിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അന്നേരം തൊട്ട് TV ന്യൂസ് വരുന്നുണ്ട്, അത് കാണുന്നുണ്ട്. പിന്നെ അന്നേരം തൊട്ട് പിന്നെ പറഞ്ഞിട്ടില്ല. ഇനിയൊരു സംഭവം ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നേരം ഹോസ്പിറ്റലായിരുന്നു, പത്തനംതിട്ട ഹോസ്പിറ്റലിൽ നിന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് അവിടെ ഉള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അറിഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോരുമായിരുന്നു. എംബസിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ? എംബസിയിൽ നിന്നുള്ള ഇതുപോലെ ലിസ്റ്റിട്ട് തന്നായിരുന്നു, ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പം പേരുണ്ട്. ഈ കമ്പനിയിൽ മുരളിച്ചേട്ടൻ എത്ര കാലമായി ജോലി ചെയ്ത് വരികയായിരുന്നു? ഏത് പൊസിഷനിലായിരുന്നു അദ്ദേഹം? ഇപ്പോൾ കമ്പനി ഇൻചാർജാണ്. 20 വർഷം മേളിലായിട്ട് ഈ കമ്പനി തന്നെ ജോലി ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ നാട്ടിൽ വന്നത്? ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് പോയി ഈ 4 മാസം മുമ്പ് ഫെബ്രുവരി 20-ാം തീയതിയാണ് പോകുന്നത്. റാന്നിയിലേക്ക് വിവാഹം കഴിച്ചയച്ച് അദ്ദേഹത്തിൻ്റെ മകൾ വീട്ടിൽ വന്നത് ഈ വിവരം അറിഞ്ഞു തന്നെയാണോ? അതെന്തെങ്കിലും സൂചനകളുണ്ടായിരുന്നോ? ഈ വിവരം അറിഞ്ഞിട്ട് വന്നാണ്. മരിച്ചു എന്നുള്ള കാര്യം ഇപ്പം ഭാര്യയെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. മകൾക്കും കൃത്യമായിട്ട് അറിയത്തില്ല. എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. മരിച്ചു എന്നുള്ള വിവരം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബന്ധുക്കളെ ആരോടും ഉള്ളിലൊക്കെ ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആൾക്കാർ വരുന്നവർ അകത്ത് കയറി ചെല്ലുന്നുണ്ട്. ഇതുപോലുള്ള വാർത്തയാകുമ്പോൾ ഇന്നവർ സംഭവിച്ചിട്ടുണ്ടോയെന്നുള്ളത് അറിയാം, പക്ഷേ മരിച്ചിട്ടെന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. മരണം നടന്നു എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. മകൾക്ക് സൂചന മാത്രമാണ് ഉള്ളത്. അതേസമയം ഭാര്യയ്ക്ക് ഇതുമായി കുവൈറ്റിൽ ഒരു അപകടം നടന്നു എന്ന അടക്കമുള്ള വിവരങ്ങൾ മനഃപൂർവ്വം ബന്ധുക്കൾ മറച്ചു വെച്ചിരിക്കുകയാണ് അവരോട്. കാരണം താങ്ങാനാകാത്ത ഒരു ആഘാതമായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതേസമയം മകൻ ജോലി സ്ഥലത്തുനിന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളെ മുഖേന വിവരം ഭാര്യയെ കൂടി അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയിലാണ്.